അപ്പം അത് വെന്ത് കേട്ടോ, വെന്ത് പരിപ്പ് വെന്ത് നമ്മൾ ഈ മുരിങ്ങാക്കായ ഇത് ഈ അരിഞ്ഞ് വെച്ചതിട്ട് ഇത് പെട്ടെന്നാവും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ മുരിങ്ങാക്കായ ഒന്നും അത് കാണാണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് ഒന്നാണ് വറുത്തിടാം. ഇതിപ്പോൾ വിസിലടുപ്പിച്ചേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മളെ മുരിങ്ങാക്കായൊക്കെ ഏകദേശം വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ തോനെയൊന്നുമില്ല. മുളക് പൊടി ഒരിത്തിരി മുളക് പൊടി ഒരു 1/2 സ്പൂൺ ഉണ്ടാവും. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പാർ പൊടി കേട്ടോ. ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ സാമ്പാർ പൊടി. അപ്പോൾ ഈ പൊടികളുടെ ചൊയൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങാക്കായ് ഏകദേശം വെന്തിന് കേട്ടോ. ഒന്നും കൂടി ആയാൽ മതി. പെട്ടെന്ന് ആയില്ലേ നമ്മളെ കറി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി ഗുണമല്ല. ഈ കറിയൊക്കെയാണ് രസം. അതൊന്നും ഒരു ഇതില്ല. അപ്പോൾ അതൊരു അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് ഞാൻ ഇതൊന്ന് വറവിട്ടെടുക്കട്ടെ കേട്ടോ. തേങ്ങ അരച്ച കറിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം. പെട്ടെന്നാവും ചെയ്യും. കുറച്ച് കടുകിട്ട് പൊട്ടി വന്നിട്ട് നമുക്ക് ഒരു 2 ചുവന്ന ഉള്ളി അരിഞ്ഞത് ഇതിക്കിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂക്കട്ടെ കേട്ടോ. നമുക്കൊന്ന് തൈക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പും പച്ചമുളകും കൂടെ ഇട്ടു. നല്ലൊരു പൊട്ടിക്കരച്ചൽ കറിവേപ്പ് ഇട്ടപ്പോൾ അതിന് നമ്മൾ തൈക്കാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറി റെഡി. അപ്പോൾ അതാണ് നമ്മളെ കറി. ഇതണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി നല്ല ടേസ്റ്റും. എന്തിനാ തേങ്ങയൊന്നും ഇല്ലെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തേങ്ങ അരച്ച കറിനൊക്കെ ഇഷ്ടമായിട്ടത്. ഞാനിത് ഈ പാത്രത്തേക്ക് ഒഴിവാക്കിയതാണ്. കുക്കറിൽ നിന്ന് കാണില്ല. ഇതണ്ട അടിപൊളി കറി. പെട്ടെന്ന് ഉണ്ടായില്ലേ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. ഒന്ന് അടച്ച് വെക്കട്ടെ. അപ്പം നമ്മളെ ഇടിച്ചക്കത്തോരൻ ഇത് കേട്ടോ. ഇതുണ്ട് നല്ല അടിപൊളി തോരനും ഉണ്ട്, പിന്നെ കറിയും, പിന്നെ അതാ അച്ചാറും. അച്ചാറ് നമ്മൾ ഇവിടെ ഇട്ടാട്ടോ, ഈ കുപ്പിയിൽ ഇട്ട് വെച്ചെന്നുള്ളൂ. നല്ല മാങ്ങാച്ചാറും. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്നാണ് വൃത്തിയാക്കി റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞു. എവിടേക്ക് പോകാനുണ്ടെങ്കിൽ
പിന്നെ എന്താണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഓരോ കൂട്ടാനൊക്കെ. ഗ്യാസൊക്കെ ഒന്നാണ്ട് തുടച്ച് ഒന്നാണ്ട് വൃത്തിയാക്കി ഗ്യാസും കുറ്റിയും ഗ്യാസ് അടുപ്പും എല്ലാം ഉണ്ട് നന്നാക്കിയന്നെ. കുറ്റിയല്ല കേട്ടോ, അടുപ്പ്. കുറ്റി നന്നാക്കിയാൽ നന്നാവില്ല, അതിൻ്റെ ആവശ്യമില്ല. പറഞ്ഞപ്പോൾ അങ്ങനെ ആയില്ല. കുറ്റീന്നൊക്കെ ഗ്യാസ് അടുപ്പാണ് ഉദ്ദേശിച്ചത്. അപ്പം അതൊക്കെ വൃത്തിയായി നമുക്ക് തിരുമ്പി കുളിച്ച് കണ്ട് നമ്മളെന്തൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ അതും ഒരു ഇതാണ്, പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യാതൊക്കെ എഴുതണം. വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ഒരു മടുപ്പാണ്, നിങ്ങൾക്കും ഒരു ഇതേക്കാരം. അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ മട്ടം പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്ന് നമ്മളെ വീഡിയോ. അപ്പം എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. നമസ്കാരം. അസ്സലാമു അലൈക്കും.